ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഒരു ട്രാവൽ വ്ലോഗാണ്. ഞാൻ ലാസ്റ്റ് വാഗമൺ പോയതിൻ്റെയൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോസ്. അതിൻ്റെ കണ്ടിന്യൂഷനാണ്. നമ്മൾ വാഗമൺ കഴിഞ്ഞിട്ട് നേരെ കൊച്ചിയിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. കൊച്ചിയിൽ പോയിട്ട് ഫസ്റ്റ് ഡേ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ. ഇതൊരു കഫേ പോലത്തെ ഒരു സംഭവമായിരുന്നു. ഇവിടെ എന്ന് പറഞ്ഞെങ്കിൽ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഒരുമിച്ച് വരുന്ന ഒരു ഏരിയയിൽ വരുന്നതാണ്. ഒരു ഫുഡ് ഹബ് എന്ന് വേണമെങ്കിൽ പറയാം കൊച്ചിയിലെ. നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത് അതിൽ ഫസ്റ്റ് ഫ്ലോറിലുണ്ടായിരുന്ന ഒരു ശീശ പാർലറിലാണ്. അവിടെ ഫുഡും അവൈലബിൾ ആണ്. നമ്മൾ ശീശ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ ടൈപ്പ് അവരുടെ വെറൈറ്റീസ് ഓഫ് എന്തൊക്കെയോ ഫ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഓർഡർ ചെയ്തു. ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര് എനിക്ക് ഓർത്തെടുക്കാൻ കിട്ടുന്നില്ല. കളമശ്ശേരി ഉള്ള ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. നമ്മളത് കഴിഞ്ഞിട്ട് പിന്നെ പോപ്സിക്കിൾ, അവിടെ താഴെ പോപ്സിക്കിളിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അവിടുന്ന് പോപ്സിക്കിൾ വാങ്ങിച്ച് കഴിച്ചു. ഹിമയുക്ക് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ്. നല്ല രസമായിരുന്നു അത്. അങ്ങനെ അത് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നേരെ റൂമിലേക്ക് പോയി. സെക്കൻഡ് ഡേ നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റിട്ടുണ്ടായിരുന്നത്. കാരണം ലാസ്റ്റ് ഡേ ട്രാവൽ ചെയ്തതിൻ്റെ ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് മട്ടാഞ്ചേരി ഏരിയയിലായിരുന്നു. അവിടെ കുറച്ച് ആർട്ട് കഫേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു സ്ട്രീറ്റ് പോലെയാണ്. അവിടെ ഷോപ്പിംഗ് ചെയ്യാനുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. നല്ല കുറേ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ്. അവിടെ തന്നെ ഒരു ആർട്ട് ഗാലറി കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു ആർട്ടിസ്റ്റ് അവർ ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ ഒരു പെയിൻറ്റിങ് ലൈവായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് നല്ല അടിപൊളിയായിട്ടുള്ള പെയിൻറ്റിങ്സ് ചെയ്തു വെച്ചിട്ടുണ്ട്. എന്താണ് ഗണേശ, അങ്ങനത്തെ കുറേ ടൈപ്പ്, ഒരു ട്രഡീഷണൽ ടൈപ്പ് പെയിൻറ്റിങ്സ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ അവിടെ അടുത്ത് തന്നെയായിരുന്നു മട്ടാഞ്ചേരിയിലെ ജൂതപ്പള്ളി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് പെയിൻറ്റിങ്സും ഇതുപോലത്തെ എന്താണ് ആർട്ട് വർക്ക്സും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു മ്യൂസിയം രീതിയിൽ. ഇതാണ് അവരുടെ ചേർച്ച് വരുന്നത്. നല്ല രസമാണ് കാണാൻ വേണ്ടി. അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് മറൈൻ ഡ്രൈവിലേക്കാണ്. അവിടെ എത്തിയപ്പോഴത്തേക്ക് നല്ല മഴയായിരുന്നു. മഴ കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. മഴ ഒന്ന് തുറന്നവിടെ നമ്മൾ ഇറങ്ങി നടന്നു. അവിടുന്ന് വാട്ടർ മെട്രോയിൽ കയറാൻ നല്ല ഒരു പ്ലാനായിരുന്നു. അങ്ങനെ ക്യൂ നിൽക്കുന്ന സമയത്ത് അവിടെ ഈ വറുത്ത കടലിങ്ങനെ ഇതുപോലെ ആക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. പണ്ടത്തെ നൊസ്റ്റു ഫീല് വന്നപ്പോൾ അതൊന്ന് വാങ്ങിച്ച് കഴിച്ചു. പിന്നെ ടിക്കറ്റ് എടുത്തിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്തു. നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളതിൽ കയറി. ഇത് ഓരോ ബാച്ചായിട്ടാണ് കേട്ടോ കയറ്റുന്നത്. കുറച്ച് നേരം അവിടെ നിന്ന് വെയിറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ അതിനകത്തേക്ക് കയറി. അതിനകത്തും നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് സീറ്റൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഫ്രണ്ട് ഏരിയയിൽ ഒരു സൈഡിലായിട്ട് നമ്മൾ നിന്നു. അങ്ങനെ ആ ഒരു ദിവസം കൂടി നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ കവർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരുപാട് സ്പെൻഡ് ചെയ്തിട്ടില്ലായിരുന്നു.
അങ്ങനെ ഇതോട് കൂടിയിട്ട് നമ്മൾ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാണ്. ഇനി നേരെ നാട്ടിലേക്ക്. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.